ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമൺ ആകാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SSC ഫേസ് 14 നോട്ടിഫിക്കേഷനിലൂടെയാണ് പുതിയൊരു അവസരം ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ SSCൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ കയറുന്ന സമയത്ത് ഈ പോസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്ങനെ ചെയ്യാമെന്നുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. ഏകദേശം ഈ മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ പോസ്റ്റ് കോഡ് എന്ന് പറയുന്ന ഇതാണ്. അപേക്ഷിക്കുമ്പോൾ ഏത് പോസ്റ്റ് അപേക്ഷിക്കുന്നത് ചോദിക്കും. എല്ലാ പോസ്റ്റിനും നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഇത്രയും നാളുകളിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നും ചെയ്യുന്നുണ്ട്. എല്ലാ പോസ്റ്റിനും എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. യോഗ്യത മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ കോഡ് WR 129-26 ഇതാണ് പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. WR 129-26 എന്ന് പറയുന്ന പോസ്റ്റ് കോഡിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ പോസ്റ്റാണ്. നാഗ്പൂരിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഇനിഷ്യൽ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം. എക്സാം ലെവൽ 10th ലെവലാണ്. ഒരുപാട് ലെവൽ എക്സാം ഇതിൽ വന്നിട്ടുണ്ടല്ലോ. അതായത് ഡിഗ്രി, +2, അതുപോലെ 10ാം ക്ലാസ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഒരു 20 പോസ്റ്റിന് നിങ്ങൾ അപേക്ഷിച്ചെന്ന് വിചാരിക്കുക. അതിനെല്ലാം കൂടി ഒറ്റ പരീക്ഷ എഴുതിയാൽ മതി എന്ന് ശ്രദ്ധിക്കുക. അതിൽ ഏതൊക്കെ പോസ്റ്റിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ അതിലേക്കെല്ലാം നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എക്സാം ലെവൽ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം +2 ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും കേട്ടോ. +2 ഉണ്ട് അപ്ലൈ ചെയ്യാം. ഇനി +2 ഇല്ലാന്നാണെങ്കിൽ 10ാം ക്ലാസ് മതി. അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് വേണം. ഈ ഒരു ഫയർ ഫൈറ്റിങ്ങിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതില്ലാന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ITI വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതില്ലെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾക്ക് വേണം. 10ാം ക്ലാസ്സിൻ്റെ കൂടെ ബേസിക് ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതും ഇല്ലാത്ത അത് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ പോസസ് വാലിഡ് ഹെവി വെഹിക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ യോഗ്യത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫിസിക്കൽ പറയുന്ന കാണാൻ സാധിക്കുന്നതാണ്. ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം. അതിൽ പ്രധാനമായിട്ടും 165 സെൻറ്റിമീറ്റർ ഉയരം ആൺകുട്ടികൾക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ റിലാക്സേഷൻ നൽകുന്നത് കേരളത്തിലുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 81 സെൻറ്റിമീറ്റർ നോർമൽ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. മിനിമം 50 കിലോഗ്രാം ഭാരം വേണം. പെൺകുട്ടികളുടെ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഇവിടെ 6x6 ഐസൈറ്റ് വേണം. പിന്നെ നമ്മളൊരു 90 മീറ്റർ ഡിസ്റ്റൻസ് 60 കിലോഗ്രാം ഉള്ള ഒരാളെ എടുത്തിട്ട് നടക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അത് രണ്ടാമതായിട്ട് പറയുന്നുണ്ട്. റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കുള്ള ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 90 മീറ്റർ ഏകദേശം 50 കിലോഗ്രാം ഭാരം ഇൻ 1 മിനിറ്റിൽ നടക്കണം എന്നുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയാനുള്ളത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. സോ 19,900 മുതൽ 63,200 വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ അപേക്ഷിക്കാം. SC ST OBCക്കെല്ലാം പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. SC STക്ക് 5 OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവുണ്ട്. മെയിൽ ഫീമെയിൽസ് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക.